സാരല്ല കേട്ടോ. അതെ, അമ്മമ്മ വലിയ ടെൻഷനില്ല. കല്യാണ വീടല്ലേ, കുറേ നിർദ്ധാരങ്ങൾ നാളെ വരാനുള്ളതാ. ഇതൊക്കെ ഞാൻ വൃത്തിയാക്കിക്കോളാം. നിങ്ങളെ അപ്പുറത്ത് പോയി കളിച്ചു. ശരി, നീ അവരെ പിന്നാരിച്ചോ? ഞാൻ ഈ പിള്ളേരെ കൊണ്ട് തോറ്റു. എന്റെ സലോപിത്താത്തെ, മൂത്ത മോനെ കുട്ടികളെ കൊണ്ട് നിങ്ങൾ ഇപ്പോഴേ തോറ്റെങ്കിൽ നാളെ കെട്ടാൻ പോകുന്നവന്റെ കുട്ടികൾ കൂടി വന്നു കഴിയുമ്പോ എന്തായിരിക്കും സ്ഥിതി? ലയ, കുറെ മക്കളുള്ളത് അനുഗ്രഹമാണോ? സങ്കീർത്തകൻ പറയുന്നില്ലേ, മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്, അവരുടെ ആവനാട് നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗര കവാടത്തിൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരില്ല. എന്നിട്ടെന്താ, മേരിയുടെ അവനാണെങ്കിൽ ഒറ്റപ്പല്ലേ ഉള്ളൂ. ഉള്ള ഒരാളാണെങ്കിൽ കല്യാണം ഒന്നുമില്ലാതെ ആ കടപ്പുറത്ത് ചുറ്റി നടക്കുന്നുണ്ട്. ഞാനും അത് കേട്ടു മേരി. ജോസഫിന്റെ മരണശേഷം അവൻ എന്ത് നന്നായിട്ട് കുടുംബം നോക്കിയേ. ഇപ്പൊ അവൻ എന്താ പറ്റി? അവൻ വല്ലപ്പോഴും വീട്ടിൽ വരാറുണ്ടോ? എന്റെ മോൻ കല്യാണം വിളിക്കാൻ ചെന്നപ്പോ നിന്റെ മോൻ കടപ്പുറത്തെ പിള്ളേരുമായിട്ട് കമ്പനി അടിച്ച് നടക്കായിരുന്നു. അതത്ര നല്ല കൂട്ടല്ലെന്നാ മോൻ പറഞ്ഞേ. അവന് കുറേ സ്വപ്നങ്ങളുണ്ടോ. കുറച്ചൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പലതും എനിക്ക് മനസ്സിലാവാറില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, അവന്റെ സ്വപ്നങ്ങൾക്ക് ഒരു ശരിയുണ്ട്. ആ ശരി ഈ നാട്ടുകാർക്ക് എന്ത് മനസ്സിലാവാനാണ്? എല്ലാത്തിനും ഒരു സമയമുണ്ട്. എന്താ ജോഷോ? അതെ, ഒരു കാറുണ്ട്. ആ പറഞ്ഞോ. അത് പിന്നെ ഇവരൊക്കെ നമ്മുടെ വീട്ടുകാരല്ലേ? ഇവിടെ എന്ത് രഹസ്യം? നീ പറയേ. അതെ, വീടിന്റെ കാര്യം പറയുന്നു. ഒരു കൈബലുള്ള പകുതി ഇനി വീണുള്ളൂ. ദൈവമേ, നാളെ ഇവിടെ പെരുമാറെ കൊണ്ട് നിറയും. ആരും പറഞ്ഞ വീഞ്ഞ് എന്താകാനാ? നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും അന്വേഷിച്ചു, ഒരിടത്തും കിട്ടാനില്ല. ഗണേശത്തിലേക്ക് അയച്ചിട്ടുണ്ട്. പക്ഷേ ഇത്ര ദൂരം പോയി എപ്പോ തിരിച്ചെത്താനാ? അവിടുത്തെ വഴി കിട്ടിയിട്ട് എന്താ കാര്യം? നമ്മുടെ പാനയിലെ വൈനല്ലേ ബെസ്റ്റ്. അത് കുടിക്കാതെ എല്ലാവരും വരുന്നേ. നാണക്കേടായല്ലോ. യഹോവേ, ഇതെന്തൊരു പരീക്ഷണമാണ്. ഈ വിധവയുടെ കണ്ണീര് നീ കാണുന്നില്ല. സലോമി എന്തിനാ വിഷമിക്കുന്നത്? സെലത്തായിലെ വിധവയുടെ അടുത്തേക്ക് ദൈവം ഒരു ഏലിയായി അയച്ചില്ലേ? കലത്തിലെ മാവും കുടത്തിലെ എണ്ണയും പിന്നെ ഒരിക്കലും തീർന്നു പോയില്ലല്ലോ. അതുപോലെ ഈ വീട്ടിലും വീട് ഒരിക്കലും തീർന്നു പോയില്ല. നാളെ കല്യാണത്തിന് എന്റെ മോനും കൂട്ടുകാരും വരുന്നില്ലേ? എല്ലാം ശരിയാവും. അതെ, ഇവിടെ എത്ര കൽഭരണികളുണ്ട്? 6 അത് ശുദ്ധീകരണത്തിലുള്ള വെള്ളം നിറക്കാനുള്ളതാണ്. അത് കഴുകി വൃത്തിയാക്കി വെച്ചു. ആ പിന്നെ വെള്ളം നിറയ്ക്കണ്ട. ഇതാരോടും പറയണ്ട.